If I lay down and I play dead and I stay dead, maybe you'll get sick of being the monster out of my head, under my bed. Think you're some. Good morning friends. ഇപ്പോൾ സമയം 7:10 അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ചെയ്ത് ബാക്കി എല്ലാവരും ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇപ്പം 7:30 ആകുമ്പോഴേക്കാണ് നമ്മൾ ഫ്ലാഗ് ഓഫ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 7:30 ആകുമ്പോഴേക്ക് ഫ്ലാഗ് ഓഫ് നടക്കുമോ അറിയില്ല. കാരണം ഞാൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞില്ല 7:15. അപ്പോൾ എന്തായാലും ആ ഒരു സമയം ആകുമ്പോഴേക്ക് നമുക്ക് ഇവിടുന്ന് ഇപ്പം വൈബ്രൻറ്റ് മോട്ടോകോർപ്പിൻ്റെ അടുത്തേക്ക് എത്തണം. അപ്പോൾ ഇന്നലെ ഒരു പടി ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കാലിക്കറ്റ് എത്തിയിട്ട് വേണം നല്ല അടിപൊളിയിൽ ഉറങ്ങാൻ വേണ്ടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ്. എല്ലാവരും ഇത് ലഗേജ് കിട്ടുന്ന തിരക്കിലാണ്. വഞ്ചിക്കടലിൽ വിളിച്ച് കിട്ടുന്നുണ്ട്. എനിക്ക് പ്രാവശ്യം സമാധാനം കേട്ടോ. ആകെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴേക്കന്നെ എൻ്റെ ലഗേജെല്ലാം കിട്ടി. ഞാൻ ഇതേടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അടുക്കടാ ഒരൊക്കെ പോവാൻ കഴിയില്ല. എടാ എല്ലാവരും ആയില്ലേ? വാ. സമയപ്പെട്ടല്ല 7:45. എനിക്കൊന്ന് കാസർഗോഡ് ഒരു അങ്ങനെ വലിയ ആൾക്കാർ ബഹളം ഒന്നുമില്ല ശരിക്കും. പിന്നെ ഈ ഒരു സമയത്തന്നെ നല്ല ഒച്ചപ്പാട് പോലെയല്ല ഉണ്ടാവില്ല. നമ്മൾ ടൗണിൽ കണ്ണൂർ ടൗണിലെല്ലാം ചൂടാവുന്നതൊന്നും കാണില്ല. ശാന്തമായിട്ടുള്ള ഒരു ടൗണാണ്. ഇവിടെ നിന്ന് ആകെ ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ വൈബ്രൻറ്റ് മോട്ടോകോർപ്പിലേക്ക്. അവിടെ വെച്ചാണ് ഫാമിലി. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഹായ് നിന്റെ സുഖല്ലേ? നേരത്തെ എത്തിയാ? ഈ ജോയിൻ ചെയ്തില്ല നമ്മളിവിടെ? ഇല്ല ഗൈസ്. ഇതേണ്ട ഫുള്ളായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ കളിയാണ്. അതിൽ പാവം എൻ്റെ ഒരു അവഞ്ചർ. നമ്മളിവിടെ എത്തുമ്പോഴേക്കുണ്ടല്ലേ സമയം ഇപ്പം 8:05. 7:30 പറഞ്ഞ് ഫ്ലാഗ് ഓഫ് ആണ്. അപ്പം നമ്മൾ ഇന്നത്തെ പിന്നെ ഫ്ലാഗ് ഓഫിന് വരുന്നത് അമൃതയാണ്. നമ്മളെ ക്ലബിലെ തന്നെ യങ്ങസ്റ്റ് സോളോ റൈഡറാണ് അമൃത. ഹായ് ഹായ് അമൃത. തുടങ്ങി. സോറി ഹാജർ. റൈഡ് തുടങ്ങുന്നതിന് മുമ്പുണ്ടല്ലേ ചെറിയ മീറ്റിംഗ് ഉണ്ട്. ഏതായാലും നമ്മളിനി ഇവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 8:40. നിമ്മി എപ്പോൾ പോകുന്നതിന്? ഓക്കെ എന്നാൽ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ബൈ ബൈ. താങ്ക് യു ബൈ. അമൃത ഇപ്പോൾ പിന്നെ നോർത്ത് ഈസ്റ്റ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് ഓൾ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് അവൾ പിന്നെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് നമ്മൾ കാണാൻ പോയിട്ടില്ലേ? ആ സമയം പിന്നെ അവളിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ശരിക്കും കാണിച്ചു തരാൻ വന്നത്. അപ്പോൾ പിന്നെ അതിനിപ്പം വീണ്ടും ജൂൺ 15 പോവാന്ന് ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടി. ഗ്ലൗസ് ഞാൻ ഇടാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം തിരക്കിൽ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എവിടെ നടക്കുമല്ല, അന്നേരം വേണം ഇടാൻ. ഈ ഒരു കാലാവസ്ഥയൊക്കെ റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. അധികം മഴയോ ഇല്ല വെയിലും ഇല്ല, ഒന്നുമില്ലാത്തൊരു അവസ്ഥ. അടിപൊളി. നമ്മളിപ്പോൾ ഉണ്ടല്ല പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കാണുന്നത് ഇന്ത്യൻ കോഫി ഹൗസിലെത്താന്ന് വരുന്നത്. പറയാത്ത എനിക്ക് മക്കളെ വേനോക്ക് മൊബൈൽ വെക്കാനല്ല നമ്മൾ ഫുഡ് കഴിക്കാനാണ് പറഞ്ഞത്. വെയിൽ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളെ സൺ ക്രീം ഇട്ടിട്ടുണ്ട്. പണി പശു മേലെ കിട്ടും. ഒരു ലിറ്ററിൻ്റെ വെള്ളം വരെ നമുക്ക് ഈ ടാങ്ക് ബാഗിൽ സുഖമായിട്ട് വെക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ തോന്നും വന്നെടുത്ത് കുടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് നമ്മളെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണ്. പുറത്തുള്ളവരെല്ലാവരും കണ്ണൂരിലുള്ളവരും പുറത്തുള്ളവരെല്ലാവരും വണ്ടി എടുത്തിടാൻ വന്ന് നല്ല അടിപൊളിയിൽ ഡ്രൈവൊക്കെ ചെയ്തിട്ടാണ് നോക്ക്. ഞാൻ പക്ഷേ എൻ്റെ വണ്ടി ഇറക്കലില്ല. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും ഇറക്കുന്നുണ്ട്.
ഡ്രൈവിംഗ് ബീച്ചിൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് ഈ ബീച്ച് ഇതുപോലെയല്ല ഉണ്ടായിരുന്നു, നല്ല നിരപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഇവിടെ കുഴിയും പിന്നെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കാണുന്നത്. വെള്ളം മേലോട്ടെല്ലാം കയറി പിന്നെ ഒരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഒരു വൃത്തിയില്ലാണ്ട് ഉള്ളത്. അപ്പോൾ പിന്നെ ഒന്നാമത് എൻ്റെ ക്രൂയിസായതുകൊണ്ട് എന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് പിന്നെ സ്പീഡ് കൂട്ടാൻ പറ്റില്ല. സ്പീഡ് കൂട്ടുമ്പോൾ എൻ്റെ ടയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിഡാകുന്ന പോലെ തോന്നുന്നുണ്ട്, ഹാൻഡിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ര വലിയ സ്പീഡിലൊന്നും അല്ല ഇപ്പോൾ പോകുന്നത് കേട്ടോ, ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ബുള്ളറ്റ് അങ്ങനെയല്ല, ബുള്ളറ്റ് നല്ല അടിപൊളിയിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഇന്നത്തെ റൈഡ് അടിപൊളിയാണ്, നല്ലോണം എൻജോയ് ചെയ്ത്. പിന്നെ വണ്ടിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള, എന്തായാലും മഴയൊക്കെ നല്ലോണം കൊള്ളുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പുവെള്ളം കൂടെ കയറിയൊക്കെ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പം നമ്മൾ റൈഡൊക്കെ കഴിയുമ്പോഴേക്കിതാ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതിന് മുമ്പുണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ കസിൻ്റെ പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി. യെസ് ഗായ്സ്, എനിക്ക് സീറ്റില്ല ഗായ്സ്. ആ അല്ല പിന്നെ നമ്മളെ ലാസ്റ്റ് ഇല്ലാണ്ട് ഇപ്പോ ഓ അതന്നെ പറയുന്നത് ഗായ്സ്. വീണ്ടും ബിരിയാണി CRFിൻ്റെ ഒക്കെ പോയി കഴിഞ്ഞാൽ എപ്പം നോക്കുമ്പോൾ ബിരിയാണി തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ഫുൾ ടൈം ബിരിയാണി, ഇപ്രാവശ്യം ഇതാ ബിരിയാണി. ഇന്നലെ രാത്രി ബിരിയാണി ഒക്കെ കിട്ടിയില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തന്നത്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നൊരു ബിരിയാണി തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് കുറച്ചതല്ലേ കൂടി വരുമോ എന്നറിയില്ല. പിന്നെ എന്താ ചെയ്യുക, എന്തായാലും കഴിക്കാലാ. വേറെക്ക് നമ്മൾ രണ്ടാളെടുത്ത് അത് പോഷൻ കൂടുതൽ. ഇത് പാവം എനിക്ക് പോഷൻ കുറച്ചിട്ട് നോക്കിയാട്ടെ. ഇവളോട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞു ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണോ. അല്ല അതുകൊണ്ടല്ല, ഇതാ നമ്മളെ ഡോക്ടർ, അവള് സന ഡോക്ടറാണ്. അപ്പൊ അവള് ചിക്കൻ കഴിക്കല്ല. അപ്പൊ എനിക്ക് ആ ചിക്കൻ തരാന്ന് പറഞ്ഞു. നിങ്ങൾ എടുക്ക ചിക്കൻ, നിന്റെ ചിക്കൻ എനിക്ക് താടാ, നീ ചിക്കൻ തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്നുണ്ട്. അവളടുത്ത് ചിക്കൻ എനിക്ക് തരാന്ന്. എനിക്ക് ഇതേ വേണ്ട, മുട്ട വേണ്ട. മുട്ട എനിക്ക് ഓൾറെഡി കിട്ടി. എന്നാ മുട്ട ആയിരിക്കും വേണമെങ്കിൽ എടുത്തോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. വിഷ്ണുകൊണ്ടാണെന്ന് ഭയങ്കര ടേസ്റ്റ്. പിന്നെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിച്ചെല്ലാവർക്കും പിന്നെ ബിരിയാണി കണ്ടിട്ട് മതി. ഇന്നലെ മുതലേ കഴിക്കാൻ തുടങ്ങിയല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് കാലിക്കറ്റിലേക്കാണ്. കാലിക്കറ്റ് പോയിട്ട് എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ആദ്യം കയാക്കിംഗ് ഒക്കെ പറഞ്ഞു, പക്ഷെ ഇപ്പം ഇത്രയും ലേറ്റ് ആയി, ഇപ്പം 3:30 മണിയായി. പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും നോക്കാം. വരുന്ന അടുത്തുണ്ടല്ല ഇടക്കിടക്കേ മഴ പെയ്തുകൊണ്ട് തന്നെ ഇപ്പം രാജ്യം വെയിൽ വന്നിട്ടുണ്ട്, നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രശ്നത്തിലൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയൊക്കെ നന്മയുടെ, മാനവികതയുടെ, ഈ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റിയുടെ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ യാത്രകളെ പരിവർത്തനം ചെയ്യണം എന്നാണ് ഈ നാട്ടിലെ ഒരു സാധാരണ പോലീസുകാരൻ എന്ന നിലയ്ക്ക്, ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾ എന്നുള്ള നിലയ്ക്ക് ഇതിലേക്ക് നമ്മളോട് അഭ്യർത്ഥിക്കാറുണ്ട്. നമുക്കിന്ന് വൈകുന്നേരം ചായ അറേഞ്ച് ചെയ്യുന്നത് പിന്നെ കാലിക്കറ്റ് സിറ്റി ട്രാഫിക് പോലീസാണ്. നമ്മളിവിടെ എത്താനാൻ നിൽക്കുന്നുണ്ടല്ലോ, നല്ല അടിപൊളി മഴയെല്ലാം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് കറങ്ങിപ്പോയി കേട്ടോ. നമുക്ക് ലൊക്കേഷൻ വെച്ചാൽ നമ്മൾ അപ്പുറത്തെല്ലാം പോയി, ഞാനും അസ്മിയും അങ്ങനെ കുറേ കറങ്ങിച്ചെല്ലാം ഇടത്തിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങിയത്. ഫ്രണ്ട്സ്, അങ്ങനെ ഇപ്പം നമ്മൾ റൂമിലെത്തുമ്പോഴേക്ക് ഇപ്പം 7:45 അപ്പോൾ വന്നപ്പാട് തന്നെ എല്ലാവരും ഫ്രഷ് ആകുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതെവിടെ റൂം എഴുതുന്ന കഴിഞ്ഞാൽ കുറ്റിച്ചിറ ബിരിയാണീൻ്റെ പിന്നെ റോഡ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്ത് ഹോസ്റ്റലാണ്, ഒരു വൃത്തിയൊന്നുമില്ലാതെ. പക്ഷെ അകത്തോട്ടൊക്കെ കയറുമ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. മുറ്റത്തന്നെ വല്ല ഒരു 1.5 മരമുണ്ട്, അതിലെല്ലാം നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് അടിപൊളി സംഭവം. അപ്പോൾ താഴത്തെ റൂമിൽ പിന്നെ ഡോർമെൻ്ററി ആണ്. അപ്പം പിന്നെ ഞങ്ങൾ ആദ്യം അവിടേക്ക് എല്ലാവരും കയറിയത്. അപ്പം പിന്നെ 5 കാരണം മുകളിൽ 2 ആൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും ഷാജിദി വേഗം മുകളിലേക്ക് വന്നേ. അപ്പോൾ ഇവിടെ അടിപൊളി റൂമാണ് കേട്ടോ. നല്ലൊരു പഴയകാല ഒരു സംഭവമാണ്. അയൺ ചെയ്യാനുള്ള ടാബിളൊക്കെ ഉണ്ട്. ഇതുണ്ടോ,
പണ്ടത്തെ എന്താ പറയുക, ഇതിന് അറിയില്ല കേട്ടോ, ഇതിന് എന്നാന്ന് പഴയ റൂമിനൊക്കെ ഇങ്ങനെ കാണലുണ്ട്. ഇതിനിങ്ങനെ കൊതുകിൻ്റെ വലയൊക്കെ ഇട്ടിട്ടെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു പിന്നെ വെള്ളമൊക്കെ വെക്കാനുള്ള ഇതുണ്ട്, പാത്രമുണ്ട്. പിന്നെ അതുപോലെ ഗ്ലാസ്, മണ്ണിൻ്റെ ഗ്ലാസ്, ഒരു ആ പഴയ സ്റ്റൈലിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട ഇത് പിന്നെ മണക്ക് ഞാൻ ആദ്യം വിചാരിച്ച് ഊതാന്ന്, പക്ഷെ ഊതല്ല, നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ട നഖവല്ലിൻ്റെ ചെരുപ്പ്. രാത്രിയാകുമ്പോൾ നമ്മളെ രണ്ടാളും നഖവല്ലി പിടിക്കാൻ വരുമോയെന്ന് അറിയില്ല. പിന്നെ ഈ സൈഡിലും കണ്ട ഈ ഭാഗം മൊത്തം നമ്മൾ ലഗേജ് വെച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഒരു സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തെല്ലാം നോക്കാം. ആഹാ, എന്താ അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഏതായാലും നമ്മളെ ഫ്രണ്ട്സിനാണ് പരിചയപ്പെടും. ഇവർ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞുതരാം, ഇത് നമ്മളെ സ്വപ്നയല്ല സ്നേഹമാണ്. ഇന്നലെ പരിചയപ്പെട്ടല്ല, അപ്പോൾ സോറി കേട്ടോ, പേരെല്ലാം മാറിപ്പോകും. അതും പോയി. ഓക്കെ, പിന്നെ ഇവള് കാലിക്കറ്റ് തന്നെയാണ്, IT വർക്ക് ചെയ്യുന്നത്, പിന്നെ എറണാകുളത്ത്. അപ്പോൾ പിന്നെ അടുത്തോളം നമുക്ക് പരിചയപ്പെടും. ഇത് നമ്മളെ മുത്തിന്റെ കുഞ്ഞോളെന്നാണ് എനിക്കറിയുന്നത്. ഇന്നലെയാണ് ശരിക്കും പേര് വളരെ മനസ്സിലായി, പോസ്റ്റർ ഇറക്കിയപ്പോൾ. ഇവിടെ പേര് സഫ്രീനാന്നാണ്. ഇപ്പം ഇവിടെ ഹൗസ് വൈഫാണ്. പിന്നെ ഇവിടെ കാലിക്കറ്റ് തന്നെ കേട്ടാ, നമ്മൾ വീട് അടുത്ത് വെച്ചിട്ടാണ് നമ്മളെ കൂടെ ഇവിടെ കിടന്നുറങ്ങുന്നത്. സമ്മതിക്കണം, ഞാനെല്ലാം വീട്ടിൽ പോയി കിടന്നുറങ്ങും. അപ്പൊ അടുത്തത് നമുക്ക് നമ്മളെ കണ്ണൂർക്കാരാണ് രണ്ടാള്. ഒന്ന് അക്ഷര ആൻഡ് അമീഷ. അക്ഷര പയ്യന്നൂര്, അമീഷ കുറുവക്ക്. രണ്ടാള് സ്റ്റുഡൻസ് അല്ലേ? രണ്ടാള് സ്റ്റുഡൻസ് ആണ്. ഇനി നമുക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടാനുണ്ട്. നമ്മളെ ഇടുക്കിന്റെ അഭിമാനതാരം അല്ലേ? ഇടുക്കിന്റെ ഓൾ ഇൻ ഓൾ അഡ്മിനാണ്, മൊത്തത്തിലാണ്. അതുമില്ല, അതാണ് അതിന്റെ ഒരു പോയിന്റ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഇടുക്കിയിൽ ആകെ ഒറ്റ ഒരു മുതലേ ഉള്ളൂ. പക്ഷെ എന്നാണ് ഈ ഒന്ന് മതി അല്ലേ? ഒരു വേറെ തന്നെ വൈബാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നടാ? അത് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും ഇനിയും കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അവര് റൂമിലാണ് ഉള്ളത്. അപ്പം ഞാൻ ഏതായാലും അവരവിടെ പോയിട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അസ്ന ആൻഡ് ഷജിത. ഷജിതയാണ് എൻ്റെ കൂടെ ഇന്ന് റൂം ഷെയർ ചെയ്യുന്നത്. ഷജിത ആലുവ ചാലക്കുടിയാന്ന്, മലപ്പുറത്ത്. മലപ്പുറക്കാരിയൊക്കെ ഉണ്ടല്ലേ? ഷോ, ഇങ്ങനെയാണെങ്കിൽ ഇവള് പിന്നെ വക്കീലാണ് കേട്ടോ. കൂടുതൽ കളിക്കണ്ട, നിയമൊക്കെ കയ്യിലെടുക്കും. ഷോ ഡാർക്ക്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടല്ല, സ്ട്രീറ്റിലൂടെ നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി കുഞ്ഞി സ്ട്രീറ്റ്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം, ഇക്കായിസ് റെസ്റ്റോറൻറ്റ്. കമോൺ കമോൺ. ഇതിന്റെ മുകളിൽ വേറൊരു മസാല കേട്ടോ. ഇതിന്റെ അടിയിൽ കണ്ട വേറൊന്നും എനിക്ക് കിട്ടി. സാധ്യതയൊന്നുമില്ലല്ലോ. എല്ലാം ബാച്ചടിച്ച് ഇനി അടുത്തത് മിന്റ് ലൈമ്. ഇപ്പോൾ സമയം 10 മണിയായിരുന്ന അടിപൊളി കിട്ടക്കാറ്റ് ഫുഡായിരുന്നു. കാരണം ഇപ്പം 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ബിരിയാണി തന്നിട്ട് ഒരു പൊറോട്ട കഴിക്കുമ്പോഴല്ലോ നല്ല സുഖമുണ്ട്. അപ്പം പിന്നെ ഇനി ഏതായാലും കുറച്ച് സമയം, കൂടുതൽ സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഒരു അരമണിക്കൂർ ബീച്ചിൽ പോയിട്ട് നടന്നിട്ട് പോയി കിടന്നുറങ്ങാമെന്നാണ്. കാരണം ഇപ്പം ഭക്ഷണം കഴിച്ചപാട് പോയി ഉറങ്ങാൻ കഴിയാലോ. അപ്പം അതുകൊണ്ട് ആ ഒരു പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ദഹനത്തിന് വേണ്ടി നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. ഇവിടെ നല്ല അടിപൊളി ഫുട്പാത്താണ്, ഇൻ്റർലോക്കെല്ലാം ചെയ്തിട്ട്. ഇതേപോലെ നമ്മൾ പയ്യാമ്പലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാച്ചോ. ഇപ്പോൾ അവിടെ ഉണ്ട് ചെറിയൊരു ഫുട്പാത്താണ്. നമ്മൾ കുറച്ചാൾ ഒരു 3-4 ആൾക്കാർ അങ്ങോട്ട് കൂടെ നടക്കുമ്പോൾ തന്നെ പിന്നെ അവിടെ നടക്കാൻ കഴിയില്ല, അത്രയും തിങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നല്ല വീതിയിലുള്ളത്. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. ഇനിയിപ്പോൾ പോകുന്നില്ല, കാരണം ഇപ്പം തന്നെ സമയം 10:20 പിന്നെ എല്ലാവരും ഇതേ നടത്തം തിരിച്ച് നടക്കണം. 10-20 മിനിറ്റ് നടന്നിട്ട് വേണം വീണ്ടും ഉറങ്ങാൻ വേണ്ടി. ഇതെല്ലാം കാലത്തൊന്നും എണീക്കൂല അല്ലടി ഇടുക്കിക്കാരി? ശരിയാ പാവ. ഇന്ന് കാലത്ത് തന്നെ ഇവളെ എണീച്ചു കേട്ടാ. ഞാൻ വെറുതെ തമാശയാക്കിയതാണ്. ശരിക്കും നമ്മളുണ്ടല്ലോ ഈ ബീച്ചിൽ വരുമ്പോൾ വൈകുന്നേരം വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ടറിയില്ല കേട്ടോ. പിന്നെ ചിരണ്ടിയെല്ലാം കിട്ടുമെന്നറിയാം, പക്ഷെ എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മളെ
കാലിക്കറ്റ് ഏർത്തിയോടെ ചോദിക്കാം, മുത്ത എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നടാ? ചിരണ്ടി ഒന്നും പറയില്ല കേട്ടോ. പിന്നെന്താ പറയല്? നമ്മള് പറയാല് ഐശ്വര്യതി എന്നാ പറയാ. ഐശ്വര്യതി, ആ ശരിയാ, നമ്മളവിടെ ചിരണ്ടി എന്നാ പറയല്ലോ കേട്ടോ. അയ്യോ പിന്നെ വെറുതെ ഇട്ടലി സ്പെഷ്യലാണ് പിന്നെ ഐശ്വര്യതി. പിന്നെ അതുപോലെ കടുക്ക പൊരിച്ചത്, അതായത് കല്ലുമ്മക്കായി പൊരിച്ചത്. ഓക്കെ, പിന്നെ പിന്നെ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളും. പിന്നെ ഇപ്പൊ ഒരു ചൈനീസ് മുട്ടനെ കുറിച്ച് കേട്ടല്ല, അതൊന്നും സംഭവം ഉണ്ടോ? ചൈനീസ് മുട്ടാഞ്ചില്ലി, അത് അന്ന് പിന്നെ നോമ്പായതിന്റെ സമയത്ത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാരും അധികം ബീച്ച് സൈഡിലേക്ക് എല്ലാരും വരും. അപ്പൊ ആ സമയത്ത് ഇവര് ഓരോരുത്തരും ഓരോ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നതാണ്. എഗ്ഗ് മറ്റേ ഇതിലേക്ക് വെളിച്ചെണ്ണന്റെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരു നമ്മൾ താമരശ്ശേരി ചുരത്തുമ്പോ കഴിക്കുന്ന മുട്ടയാണ്, ആ മോഡലാണ്. ഇത് വേറെ തന്നെ സാധാ മുട്ട തന്നെ ആദ്യം ഒരു ഹോൾസ് പോലത്തെ ഇതിലേക്ക് ആക്കി കുറച്ച് പിന്നെ ഇറക്കുള്ള സൈസ് അതിലേക്ക് 3 മുട്ട ഇടുക, 2-3 മുട്ട ഇടും. അത് പച്ചമുട്ടയാണ്, പച്ചമുട്ട ഇടും. വെളിച്ചെണ്ണ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഇടും. അത് 2 ഇട്ട് കഴിയുമ്പോൾ കുറെ കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ മുകളിലേക്ക് വരും, ഒരു കൊള്ളി വെച്ചിടും. അപ്പൊ അതിലിങ്ങനെ നമ്മളെ മറ്റേ ഐസ് പോലെ അല്ലേ, ലോലിപ്പോപ്പിലും പോലെ കഴിക്കുക, കുൽഫി പോലെ. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ. നീ കഴിച്ചിനാ? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ നോമ്പ് കഴിഞ്ഞതിന് ശേഷം അതില്ല? അതില്ല അല്ലേ? അതിൽ കഴിക്കണമെങ്കിൽ ശരിക്കും വൈകുന്നേരം തന്നെ ഇവിടെ വന്നിരുന്ന് എല്ലാം കഴിച്ച്. അല്ല അതിനിപ്പം കിട്ടൂല, ഇപ്പൊ നോമ്പിനെ കിട്ടുള്ളൂ. നോമ്പ് തുറന്നു കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒരു 10 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്ക് ഇറങ്ങും. ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 12 മണി ഒരു അത്താഴത്ത് കഴിക്കാനാകുമ്പോൾ തിരിച്ചങ്ങോട്ട് പോവുള്ളൂ. അധികം ആൾക്കാർ അങ്ങനെ ആയിരിക്കും. അത് ശരി, ഓക്കെ ഓക്കെ. വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ കഴിച്ചു. അതെ, യൂട്യൂബേഴ്സ് ഇങ്ങനെ ഇട്ട് കളിക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വരണമെന്നെല്ലാം വിചാരിച്ചു, പക്ഷെ വരാൻ പറ്റിയില്ല. നോക്കട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് കാലത്തെ വന്ന് ഇരുന്ന് അടിച്ചു പൊടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഉറങ്ങാനുള്ള പരിപാടിയാണ്. കുറെ ആൾക്കാരുടെ മൂവൊക്കെ പുരട്ടുന്നുണ്ട്. നമ്മളെല്ലാം ഡോളോന്റെ ആൾക്കാരാണ്, ഡോളരേക്കും കിടന്നങ്ങ് ഉറങ്ങും. അപ്പൊ ഏതായാലും പിന്നെ വേഗം കിടന്നുറങ്ങിയിട്ട് കാലത്ത് 5 മണിയാകുമ്പോഴേക്ക് റെഡി ആവേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.